ജസ്റ്റിസ് കമാൽ പാഷ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. കമാൽ പാഷ, ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒരു സ്വാഭാവികതയിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നത് അറസ്റ്റ് തന്നെയാണോ? അറസ്റ്റ് ആണെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഇനി അത് എന്താണെന്ന് നമുക്ക് അത് കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്കൊക്കെ ഹാജരാക്കണം. അപ്പൊ ആ രീതിയിലാണ് നീങ്ങുന്നതെങ്കിൽ നല്ലതാണ്, ശരിയായ ഒരു മൂവാണ്. അപ്പൊ അത് ശരിയാണോ അല്ലയോ എന്ന് ഇനിയും കാത്തിരുന്ന് കാണാനേ ഒക്കുള്ളൂ. ഇതുവരെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തതായിട്ട് കാണുന്നില്ല. ചാനലുകളൊക്കെ കാണിക്കുന്നുണ്ട് അറസ്റ്റ് റെക്കോർഡ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അതിന്റെ സത്യം എപ്പോഴും വെളിവായിട്ടില്ല. അത് അവർ പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഏതായാലും ചെയ്താൽ അത് ഈ കന്യാസ്ത്രീകളുടെ, അതായത് നമ്മുടെ ഈ സഹോദരിമാരുടെ അവരുടെ കണ്ണീരിന്റെ ഒരു അതിജീവന ഒരു വിജയമായിരിക്കും എന്ന് തന്നെ നമുക്ക് കരുതണം. തീർച്ചയായും അങ്ങനെ ആയിരിക്കട്ടെ. അതെ ശ്രീ കമാൽ പാഷ, ആ നിലയിൽ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അറസ്റ്റ് എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായും അത് വരാതെ നമുക്ക് ആ കാര്യത്തിൽ പറയാനുമാവില്ല. പക്ഷേ ഇതുപോലൊരു കേസിൽ മൊഴിയുണ്ട്, രഹസ്യമൊഴിയുണ്ട്, അതിനുശേഷം രജിസ്റ്ററുകളുണ്ട്, ആ മഠവുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുണ്ട്, അവിടെ വന്ന് താമസിച്ചതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ. അതാണെങ്കിൽ ഫോറൻസിക് പരിശോധനയിലൂടെ തന്നെ അതിലൊരു ടാമ്പറിംഗ് നടത്തിയതല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുൻ ഡ്രൈവറുടെ മൊഴിയുണ്ട്. ഇതെല്ലാം വരുന്ന നിലയിൽ അറസ്റ്റ് എന്നത് പൂർണ്ണമായ തെളിവുകൾ കിട്ടിയ ശേഷം മാത്രമേ ആകാവൂ എന്ന് ഏതെങ്കിലും കേസിൽ പ്രത്യേകമായി കണക്കാക്കുന്നത് ശരിയാണോ? അത്തരമൊരു പരിഗണന ബിഷപ്പിന്റെ ഈ കേസിന് നൽകേണ്ടതായിട്ടുണ്ടോ? നടപടി ഒരു കേസിലും ഉണ്ടായിട്ടില്ല. ഇതൊന്നും ആവശ്യമില്ല അറസ്റ്റിന്. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതാണ്, വളരെ നേരത്തെ ചെയ്യേണ്ടതാണ്. അല്ലാതെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ വെളിയിൽ വിട്ടിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാനും അതിനൊക്കെ ഉള്ള അവരെ വീണ്ടും ആക്ഷേപിക്കാനും ആ ഇരയെ ആക്ഷേപിക്കാനും ഒക്കെ ഉള്ള അവസരം കൊടുക്കുകയാണ്. അതൊന്നും ശരിയല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയൊന്നും ഇതിന് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബിഷപ്പായാലും ശരി, ആരായാലും ശരി, മന്ത്രി ആയാലും, ഇത് ആരായാലും ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഇതേപോലുള്ള ഒരു അലിഗേഷൻ ഉണ്ടെങ്കിൽ, ഇത്രത്തോളം തെളിവുകൾ ആദ്യമേ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. അല്ലാതെ ഇത് ഒരു ഇത് ഞാൻ പറഞ്ഞില്ലേ, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അല്ലാതെ അതിന് പ്രത്യേകതയൊന്നും ആർക്കും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ചു കൂട്ടി കൊടുത്തത് തന്നെ വളരെ തെറ്റാണ്. ഒരു തെറ്റായ സന്ദേശം തന്നെ പോയി കഴിഞ്ഞു ജനങ്ങളുടെ ഇടയിലേക്ക്. ഇത്തരം കേസുകളിൽ വളരെ ശക്തിയുള്ള വളരെ പ്രബലനായ ഒരു പ്രതി വരുന്നൊരു ഘട്ടത്തിൽ അറസ്റ്റ് എന്നതിൻ്റെ നിയമപരമായ നീതിന്യായപരമായ ഒരു അനിവാര്യത, പ്രസക്തി നീതി നിർവഹണത്തിൽ എങ്ങനെയാണ് ജസ്റ്റിസ് കമാൽ പാഷ? അതിന്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ്? അറസ്റ്റ് വേണം ഇങ്ങനെയുള്ള കേസില്. കാരണം ഇതൊരു അതായത് ഈ ഒഫൻസ് എന്ന് പറയുന്നത് നോൺ ബെയിലബിൾ ആണ്. ഒന്ന് കോഗ്നിസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്. ഇതിനു വേണ്ടി കോടതിയിലേക്ക് ആവശ്യമുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടല്ല പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടത്. പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം തന്നെയാണ്. പ്രതിയുടെ അറസ്റ്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ഇല്ലാതെ ഇതിലെ ഇൻവെസ്റ്റിഗേഷൻ ഒരിക്കലും പൂർണ്ണമാകത്തില്ല. അപ്പൊ അറസ്റ്റിന് വളരെ പ്രത്യേകതയുണ്ട് ഇങ്ങനെയുള്ള കേസുകളിൽ. അറസ്റ്റ് ചെയ്യണം, അതാ വേണ്ടത്. പക്ഷെ പറയുന്നൊരു സംശയം, ഇത് പ്രോസിക്യൂഷൻ കേസ് സ്ട്രോങ് ആവുമോ, അങ്ങനെ ഒരു കേസിലേക്ക് ഇത് പോകുമോ എന്ന സംശയം കൊണ്ടാണ് ഈ അറസ്റ്റ് വൈകുന്നത് എന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ? അങ്ങനെ പോലീസ് ആശങ്കപ്പെടുന്നതിൽ അടിസ്ഥാനം എന്തെങ്കിലും ന്യായം കാണാൻ കഴിയുന്നതാണോ? ഈ പോലീസിന് ഈ പ്രതിയെ ശിക്ഷിപ്പിക്കണമെന്ന് വേണ്ടി തെളിവുണ്ടാക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? കാരണം കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ശരിയായ തെളിവുകൾ ശേഖരിക്കണം. അത് തെളിവുകൾ ഉണ്ടെങ്കിൽ കേസ് ശിക്ഷിക്കപ്പെടും. ഇല്ലാത്ത ഒരു കേസിനകത്ത് തെളിവ് ഉണ്ടാക്കി ശിക്ഷിപ്പിക്കുക എന്ന് പറയുന്നത് നല്ലതല്ല. അത് പ്രതിയോട് ചെയ്യുന്ന അപരാധവുമാണ് അങ്ങനെയുള്ളപ്പോ. അപ്പൊ ഈ പറയുന്നതിന് യാതൊരു ന്യായവും ന്യായീകരണവും ഇല്ല. പക്ഷെ അങ്ങനെയാണ് നമ്മുടെ പോലീസ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ഇതിലടക്കം പരസ്യമായി തന്നെ പറയുന്നുണ്ട്. അത് ഒരിക്കലും പറയാൻ പാടില്ല. നീതിന്യായ വ്യവസ്ഥയ്ക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്, എതിരാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സർ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് ആ പ്രതിയോട് വേണ്ടത്ര തെളിവുകളില്ലാതെ അല്ലെങ്കിൽ നിലനിൽക്കാത്തൊരു കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു പോയി എന്ന നിലയിൽ ഒരു ആക്ഷേപം കേൾക്കേണ്ടി വരും, പഴി കേൾക്കേണ്ടി വരും എന്നൊരു ഭയാശങ്ക രൂപപ്പെട്ടുകൂടെ? ഒരിക്കലും ഇല്ല. കാരണം ഇതില് ഒരു ഇരയായ ആ കന്യാസ്ത്രീയുടെ മൊഴിക്കാണ് വളരെ പ്രാധാന്യമുള്ളത്. കാരണം ഈ ഇങ്ങനെ ബലാത്സംഗം പോലുള്ള ഒരു കുറ്റകൃത്യത്തില് ആ ഇരയും ആ പ്രതിയും മാത്രമേ കാര്യം അറിയുന്നുള്ളൂ. ഇത് ആരെയും കാണിച്ചോണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിന് ആ മൊഴിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ പറയും കാലതാമസം ഒരുപാടുണ്ടായെന്നൊക്കെ പറയും. അവരൊരു ക്യാപ്റ്റിവിറ്റിയില്, അവരൊരു തടങ്കലിലായിരുന്നെങ്കിൽ അതിന് ഈ കാലതാമസത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് അതൊന്നും അല്ല കാര്യം. ഇവിടെ ഇങ്ങനെയുള്ള ഒരു കേസിൽ നേരത്തെ തന്നെ ഈ അറസ്റ്റ് റെക്കോർഡ് ചെയ്യണം. പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള അർഹതയാണെങ്കിൽ കോടതിയിൽ നിന്ന് അയാൾക്ക് ജാമ്യം കിട്ടുമല്ലോ, അതല്ലേ കാര്യം. അല്ലാതെ ഇത് പോലീസ് തീരുമാനിക്കേണ്ട കാര്യമല്ല ഇതൊന്നും. പോലീസിന്റെ നീതി നിർവഹണത്തോടുള്ള പോലീസിന്റെ കമ്മിറ്റ്മെന്റ്, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ കേസിൽ പോലീസ് ഒരുപാട് വ്യതിചലിച്ചു എന്നല്ലേ എന്നാണോ?
സംശയമില്ലാത്ത കാര്യമാണ്. ഇതിനകത്ത് ഇതുവരെ അറസ്റ്റ് ചെയ്യായിരുന്നത് വളരെ തെറ്റാണ്. അത് ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലായാലും അത് തെറ്റാണ്. ഇതിൽ ഈ കേസ് ഒരു സാധാരണ റേപ്പ് കേസല്ല. ഇപ്പൊ ഈ ബിഷപ്പിന് വേണ്ടി വാദിക്കുന്ന കുറെ ആളുകളെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതങ്ങനെയല്ല, ഇതൊരു അദ്ദേഹം തന്നെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി വൈരാഗ്യത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ പ്രശ്നമെന്ന് പറയാൻ കുറേ രേഖകൾ, ഏതാണ്ട് 15ഓളം രേഖകൾ ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ നൽകിയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ചോദ്യം ചെയ്യലിലും അതിനെ പിൻപറ്റി തന്നെയാണ്, അതിൽ നിന്നുകൊണ്ടാണ് ഒരു നിലപാട് ഫ്രാങ്കോ എടുത്തിട്ടുള്ളത്. പ്രതി, നേരത്തെ തന്നെ കഴിഞ്ഞ ഒരു ചർച്ചയിൽ സാർ തന്നെ പറഞ്ഞു ബിഷപ്പ് എന്ന് വിളിക്കരുത്, പ്രതി എന്ന് വിളിക്കണം. അത് ഓർത്തുകൊണ്ട് പറയട്ടെ. അതെ, പ്രതി അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും കാലതാമസം ഒരു റേപ്പ് കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് 2 മാസത്തിനുള്ളിൽ ഈ പ്രാഥമികമായ അന്വേഷണം കൃത്യമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ 82 ദിവസം ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴും ഈ പ്രതിയുടെ ഒരു വാദം മാത്രമാണ് ഇതൊരു വ്യക്തിവൈരാഗ്യമാണ്. അതിലൊരു നിഗമനത്തിലെത്താൻ നമ്മുടെ പോലീസിന് കഴിയാതെ വന്നു എന്നത് ഇപ്പോഴും അതിൻ്റെ തുടർച്ചയിൽ തന്നെ കാണാം. ഈ അറസ്റ്റ് എന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നുമില്ല പോലീസിന്. ആ വാദത്തിൽ പിടിച്ചാണ് ഇപ്പോഴും കാര്യങ്ങൾ നിൽക്കുന്നത്. അതൊക്കെ ചുമ്മാ അവർക്ക് പലതും പറയാം, അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. അതല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തൊരു പ്രത്യേകത, നീതിയുടെ മുമ്പിൽ, നിയമത്തിന്റെ മുമ്പിൽ എല്ലാ പൗരന്മാരും തുല്യരാണ് എല്ലാവരും. അത് ബിഷപ്പാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെന്നോ ഒരു പ്രത്യേകതയൊന്നും കൊടുക്കാൻ പാടില്ല. ഇതിനകത്ത് എല്ലാ നടപടിയും ചെയ്യേണ്ടതുപോലെ തന്നെ ചെയ്യണം. അത് പോലീസ് ഭയന്നിരിക്കേണ്ട കാര്യമൊന്നും ഈ കേസിലില്ല. അത് ചെയ്തത് തന്നെ വളരെ തെറ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പോ എന്തായാലും അറസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്, ശരിയായ ഒരു മൂവാണ്. താമസിച്ചെങ്കിലും വൈകി വന്ന ഒരു നീതി എന്നേ അതിനെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തിന് തന്നെ അത് കൂടുതൽ സഹായകരമാകുമോ? കാരണം കുറെ കൂടി സ്വതന്ത്രമായി വൈദികരായാലും വിശ്വാസികളായാലും ഒക്കെ ബിഷപ്പിനെതിരെ പറയാൻ, കുറെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഈ അന്വേഷണ സംഘത്തിന് തന്നെ അത് കൂടുതൽ ഗുണം ചെയ്യും എന്ന് വിശ്വസിക്കുന്നയാളാണോ, കരുതുന്നയാളാണോ താങ്കൾ? അതെ 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 അതായത് ശരിയായ ഇൻവെസ്റ്റിഗേഷൻ അതാണ്. ഈ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആ പ്രതിക്ക് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത ഇല്ലാതാകും. പിന്നെ അത് പോലെ മാത്രമല്ല, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ആ കഴിവില്ലാതാകും ഒരു പരിധിവരെ. കാരണം ഈ കൂടെ നിൽക്കുന്നവരൊക്കെ, അതായത് ഇതുപോലെ ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ കുറെ പേരെ കൈവിടും ഇതാവുമ്പോ. ഇതിപ്പോ അത് മാത്രമല്ല, ഇതിപ്പോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ചർച്ചയിലൊന്നും ഞാൻ വരാത്തത്. അതിന്റെ കാരണം സഭയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ ഒരു 1-2 പേരെ, അതായത് വിലക്കെടുത്തേക്കാണ് കാര്യങ്ങൾ പറയാൻ ഉള്ള വൃത്തികേടുകളെല്ലാം വിളിച്ചു പറയുക, എന്തും പറയുക, ഈ പാവപ്പെട്ട സഹോദരിയെ വീണ്ടും വീണ്ടും ആക്ഷേപിക്കുക, അവരെ വീണ്ടും കണ്ണീര് കുടിപ്പിക്കുക, ആ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അത് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ആദ്യം തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യണം. ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ഉണ്ട്, അറസ്റ്റ് ചെയ്യണം. കാരണം കുറെ തെളിവുകളുണ്ട്. മാത്രമല്ല ഇതിൽ നിന്ന് വരുന്നതൊക്കെ നല്ലതായിട്ട് തെളിവ് പോലീസിന് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് നേരത്തെയൊക്കെ കാണുന്നതും മനസ്സിലാക്കുന്നത്. ബാക്കി രേഖകൾ പരിശോധിക്കാത്തതുകൊണ്ട് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും ശരി, ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഇതിനകത്ത് അന്യായമായ കാലതാമസം ഇതിനകത്തുണ്ടായി എന്നുള്ളതാണ്. ഈ അന്യായമായ കാലതാമസവും കുറ്റാന്വേഷണത്തിൽ വലിയ പാളിച്ചയ്ക്ക് ഇടവരുത്തുന്നതല്ലേ? നേരത്തെ താങ്കൾ പറഞ്ഞെങ്കിലും അത് ഒരുപാട് അനുഭവങ്ങളിൽ മനസ്സിലായിട്ടുണ്ടാവില്ലേ താങ്കൾ? പിന്നെ സംശയമില്ലാത്ത ഏത് കേസും കാലതാമസം അതിന്റെ അന്വേഷണത്തിൽ ഉണ്ടെങ്കിൽ ഏത് കേസിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം അതിന്റെ ഫൈനൽ ഡിസ്പോസലിനെ, അതിന്റെ ഫലത്തിനെ അത് ഒരുപാട് സ്വാധീനിക്കും. മിക്കവാറും കേസുകളിൽ അങ്ങനെ ഉള്ളപ്പോൾ, അതായത് ക്രിമിനൽ കേസുകളിൽ ഇതുപോലെ കാലതാമസം ഒക്കെ വരുമ്പോൾ, അനാവശ്യ കാലതാമസം വരുമ്പോൾ പലപ്പോഴും അത് പ്രതിക്ക് അനുകൂലമായിട്ടാണ് മാറുന്നത്. ചില കേസുകളിൽ മാത്രം തെളിവുണ്ടാക്കാൻ വാദിഭാഗത്തിന് ഒരവസരം. അങ്ങനെ ഈ പാവപ്പെട്ട കന്യാസ്ത്രീക്കൊന്നും ഇത് തെളിവുണ്ടാക്കാനൊന്നുള്ള അവസരം കിട്ടിയതായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. നേരെ മറിച്ച് സാക്ഷികൾ ഒരുപാട് പേര് ഇപ്പോഴും സ്വാധീനിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ അതിന് ഇത്രത്തോളം കാലതാമസം വന്നതുകൊണ്ടാണ് അത് വന്നത്. നേരത്തെ ഇതിൽ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ കോടതിക്ക് കർശനമായ ഈ കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാം. പലപ്പോഴും ബെയിലൊക്കെ കൊടുക്കുമ്പോൾ ആ കണ്ടീഷൻസ് പാലിച്ചില്ലെങ്കിൽ ബെയിൽ ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് അത് ബെയിലിലാണെങ്കിൽ പോലും അതിന് ഒരുപാട് സേഫ് ബാക്സ് അങ്ങനെയുള്ള കേസുകളിലെല്ലാം ഉണ്ട്. നേരെ മറിച്ച് ഈ പ്രതിയെ ഒരിക്കലും അറസ്റ്റ് ചെയ്യുന്നില്ല, അത് പ്രതി ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രതിക്ക് വെളിയിൽ സ്വന്തമായിട്ട് മൂവ് ചെയ്തിട്ട് കള്ള തെളിവുകൾ സൃഷ്ടിക്കാനും സാക്ഷികളെയൊക്കെ സ്വാധീനിക്കാനും ഒക്കെ ഉള്ള ഇടയുണ്ടാകും. അതിനുള്ള ഇടം കഴിയുന്നത് കൊടുക്കരുത്. അതായത് സാർ ഒരു കാര്യം, ഇപ്പോൾ ഇന്നിപ്പോൾ 25ആയി,
25-ാം തീയതി ഈ മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേൾക്കാൻ പോകുന്ന സാഹചര്യമുണ്ട്. ഈ പോലീസ് തന്നെ പറയുന്നു പ്രതി നന്നായി ചോദ്യം ചെയ്യലിൽ സഹകരിച്ചു. ഏതാണ്ട് 300-ൽ പരം ചോദ്യങ്ങൾ ഉൾപ്പെട്ട ചോദ്യാവലിയാണെന്നൊക്കെയാണ് വന്ന വിവരങ്ങൾ. ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെയാണ് അത്തരം വിവരങ്ങളൊക്കെ കിട്ടാറുള്ളത്. അപ്പോൾ ആ 25 വരെ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അന്വേഷണം പുരോഗമിച്ചു, ചോദ്യം ചെയ്തു കഴിഞ്ഞു, വേണ്ട വിവരങ്ങൾ കിട്ടി, ചാർജ് ഷീറ്റ് ഇതേ നിലയിൽ, കാരണം കുറ്റം തെളിഞ്ഞതാണ് എന്ന് ഓഗസ്റ്റ് 10-ന് DYSP സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ളതാണ്. താങ്കൾ തന്നെ കഴിഞ്ഞൊരു ചർച്ചയിൽ അത് ഊന്നി പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ വേണ്ട വിവരങ്ങളെല്ലാം ആയി കഴിഞ്ഞു, ചാർജ് ഷീറ്റിലേക്ക് പോകാം എന്ന് വന്നാൽ അറസ്റ്റ് പോലും ഒഴിവാക്കി അല്ലെങ്കിൽ കസ്റ്റഡി പോലും ഒഴിവാക്കി പോകാൻ കഴിയുന്നൊരു പഴുത് ഇതിനകത്തുണ്ടോ? അതായത് ഇപ്പൊ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മുൻകൂർ ജാമ്യത്തിന്റെ പ്രശ്നമില്ല. പിന്നെ കാരണം അത് ഇൻഫ്രാക്ചർ ആയി പോയി കഴിഞ്ഞു. അല്ല, അത് അറസ്റ്റ് ചെയ്യാതെ പോയാൽ അതാണ് എന്റെ ചോദ്യം. അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, എന്നാലും ഇതിൽ ഇങ്ങനെയുള്ള ഒരു കേസിനകത്ത് സാധാരണഗതിയിൽ അതിന് കോടതി തീരുമാനിക്കണം എവിഡൻസിന്റെ ഇടയിൽ എന്താ ഉള്ളതെന്നുള്ളത്. എവിഡൻസ് ഒന്നും അതായത് ആ രീതിയിൽ, അതായത് ജാമ്യത്തിൽ പോകാനുള്ള ഇടയാണ് ഒരു പ്രഥമദൃഷ്ട്യാ പോകുന്ന ഒരു കേസില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അതിലെ മുൻകൂർ ജാമ്യത്തിന്റെ പ്രസക്തി വരുന്നുള്ളൂ. ഇപ്പോ എന്റെ നിയമപരമായ സംശയമാണ്, ആ നിലയിലെ സാർ അതിനെ കാണാവൂ. അതായത് ഇത്തരം വിവരങ്ങളെല്ലാമായി ചോദ്യം ചെയ്തു കഴിഞ്ഞു, വേണ്ട വിവരങ്ങൾ കിട്ടി, കുറ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ കുറ്റപത്രത്തിന് തയ്യാറാക്കുന്നതിലേക്ക് നീങ്ങാണെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ടതുണ്ടോ എന്ന് സ്വാഭാവികമായും കോടതിക്ക് ചോദിക്കാവുന്നല്ലേ? ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് പോലീസ് എത്തിയാൽ പ്രതി രക്ഷപ്പെട്ടു, ഫ്രാങ്കോ രക്ഷപ്പെട്ടു. ഈ ഘട്ടത്തിൽ ഒരു അറസ്റ്റ് ഒഴിവാകുകയും ജയിലിൽ റിമാൻഡിൽ പോകുന്ന സാഹചര്യം ഒഴിവാകുകയും ചെയ്യും. അത് പറ്റത്തില്ല ഇതിനകത്ത്. കാരണം അറസ്റ്റ് റെക്കോർഡ് ചെയ്യാതെ കസ്റ്റഡിയിൽ വെച്ച് അറസ്റ്റ് റെക്കോർഡ് ചെയ്യാതെ ഈ പ്രതി ഈ മെഡിക്കൽ പരിശോധനയ്ക്ക് ആരാക്കാൻ പറ്റത്തില്ല. അല്ല, അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ജാമ്യത്തിൽ വിടാവുന്ന രീതിയിലേക്ക് പറ്റുമോ നിയമപരമായി? ഇത് ജാമ്യം പറ്റത്തില്ല, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. എങ്കിലും ഇത് അല്ല, മജിസ്ട്രേറ്റ് മുമ്പിലാണ് ഹാജരാക്കേണ്ടത്. ഇങ്ങനെയുള്ള കേസിൽ ജാമ്യം കൊടുക്കാൻ മജിസ്ട്രേറ്റ് അധികാരമില്ല. അപ്പം ഒരു കാരണവശാലും ഒരു മജിസ്ട്രേറ്റ് കോടതി അങ്ങനെയുള്ള കേസുകളിൽ ജാമ്യം കൊടുക്കില്ല. ഞാൻ ഇന്നത്തെ കാര്യമല്ലേ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് ഈ മുൻകൂർ ജാമ്യ ഹർജിയെ തുടർന്ന് രൂപപ്പെടാവുന്ന 25-ന് ശേഷമുള്ള ഒരു സാഹചര്യത്തിൽ കോടതിയുടെ ഇടപെടലിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും എന്നാൽ റിമാൻഡിലേക്ക് പോകാതെയും ഇന്ന് അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ അത്തരമൊരു എക്സ്റ്റൻഷന് സാധ്യതയുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. സാധാരണഗതിയിൽ അങ്ങനെ സാധ്യതയില്ല. ബാക്കി പിന്നെ കോടതിയിൽ കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല. കാരണം എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നതിന് തുല്യമായി പോകുന്നത്. അതുകൊണ്ട് ഞാൻ അതെ അങ്ങനെയുള്ള അത് പറയാൻ പറ്റുന്നില്ല. അത്രേ ഉള്ളൂ. റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ. തീർച്ചയായും അത് ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിലുള്ളൊരു വളരെ വിദൂരമായൊരു പ്രശ്നം മാത്രമാണ്. ഏതായാലും ഇന്ന് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പൊതുവിൽ അതിൻ്റെ ഒരു അനിവാര്യത ഏറെക്കുറെ നിൽക്കുന്നു. പക്ഷേ അത് എപ്പോൾ എങ്ങനെ എന്നതിൽ മാത്രമാണ് അവശേഷിക്കുന്ന പ്രശ്നം.